ഒറ്റശിഖരം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപൻ്റെ ഫോൺ റിംഗ് ആവുന്നു. അപ്പോൾ കൃഷ്ണയോട് പറയുന്ന ആരാണെന്ന് നോക്കാൻ. അപ്പോൾ കൃഷ്ണ നോക്കുമ്പോൾ ഇത് മുകുന്ദേട്ടനാണെന്ന് പറയുന്നു. അങ്ങനെ ഫോൺ എടുക്കുകയാണ്. പറയും മുകുന്ദേട്ട എന്ന് പറയുമ്പോൾ മുകുന്ദ മേനോൻ പറയുന്നു, തൻ്റെ എന്താ ഒച്ച അടഞ്ഞിരിക്കുന്നത്, സുഖമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ അനിയത്തി തന്നോട് വഴക്കിട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ല മുകുന്ദേട്ട, എൻ്റെ ഭാര്യ എനിക്ക് അപാരമായ ക്ഷമാശീലം ഉണ്ടാക്കി തന്നു എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, സ്പീക്കറിലിടാനായിട്ട് പറയുകയാണ് ഫോൺ. അതുകൊണ്ട് ഇപ്പോൾ വഴക്കിടുന്നതൊക്കെ നിർത്തിയെന്ന് പ്രതാപൻ പറയാണ്. മേനോൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ പൂനെയിലുണ്ട്, ഒരു ഹോട്ടലിലാണ്. പ്രതാപൻ ചോദിക്കുന്നുണ്ട്, മുകുന്ദേട്ട ആ പ്ലാൻ എന്തായി, വിജയിച്ചോ? മേനോൻ പറയുന്നുണ്ട്, ഏറെക്കുറെ വിജയിച്ചു എന്ന് തന്നെ പറയാം. ആദ്യത്തെ കടമ്പ കഴിഞ്ഞു കിട്ടി, ഹോസ്പിറ്റൽ രേഖകളെല്ലാം ശരിയായി. അപ്പോൾ ദുഡെല്ലാം വാരി വിതറേണ്ടി വന്നു കാണുമല്ലോ എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട്. മേനോൻ പറയുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ ചിലവായി, എന്നാലും സാരമില്ല. ആര് ചോദിച്ചാലും കാണിക്കാൻ പറ്റുന്ന പക്കാ രേഖകൾ ഇപ്പോൾ കയ്യിലുണ്ട്. പ്രതാപൻ ചോദിക്കുന്നുണ്ട്, ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് എന്ന്. ഇനിയിപ്പോൾ എമിഗ്രേഷൻ രേഖകളൊക്കെ ശരിയാകണം, അതിനി അടുത്ത പ്രാവശ്യം വരുമ്പോഴേ ഉള്ളൂ. പ്രതാപൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ കുറേ പോക്കും വരവൊക്കെ വേണ്ടി വരുമല്ലേ? മേനോൻ പറയുന്നുണ്ട്, അധികമൊന്നും വേണ്ടി വരില്ല. അടുത്ത വരവിന് എന്തായാലും കുഞ്ഞിനെയും കൂടി കൊണ്ടുപോകാം. അത് കണക്ക് കൂട്ടിയ ഞാൻ ഓരോ പദ്ധതിയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അപ്പോൾ പദ്ധതി ഒരു 90% വിജയിച്ചു തന്നെയെന്ന് പറയാല്ലേ? മേനോൻ പറയുന്നുണ്ട്, അങ്ങനെയും പറയാം. എന്തായാലും ഞങ്ങൾ നാളെ മലേഷ്യക്ക് പോവുകയാണ്. താനേ കൃഷ്ണയോട് കൂടി സന്തോഷ വാർത്ത പറഞ്ഞേക്കെന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്നാൽ ശരി, എന്നാൽ വെക്കട്ടെ എന്ന് പറഞ്ഞ് മേനോൻ ഫോൺ വയ്ക്കുന്നു. പിന്നീടാണ് മീനാക്ഷി എന്തോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. കുഞ്ഞ് കരയുന്നു, ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ആകെ വിഷമത്തിലിരിക്കണം. ആ സമയം മഞ്ജിമ മുറിയിലേക്ക് കടന്നു വരുന്നു. കുഞ്ഞ് കരയുന്നത് ചേച്ചി കണ്ടില്ലേ, എന്താ ചേച്ചി സ്വപ്നം കാണുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പം മീനാക്ഷി പറയുന്നുണ്ട്, അതേ മഞ്ജു, ഞാനൊരു വലിയൊരു ദുസ്വപ്നം, അതിൽ നിന്ന് എനിക്ക് മോചനമില്ല എന്ന് പറയാൻ കേട്ടോ. മഞ്ജിമ പറയുന്നത്, ചുമ്മാ ഭ്രാന്ത് പറയാതെ, ഈ കുഞ്ഞിനെ പറ്റി വല്ല വിചാരവും ചേച്ചിക്കുണ്ടോ? പാവം വിഷന്നിട്ടാ കരയുന്നേ. ചേച്ചി ഇവിടെ ഫീഡ് ചെയ്തിട്ട് എത്ര സമയമായെന്ന് മഞ്ജിമ ചോദിക്കുകയാണ്. എന്തായാലും കുഞ്ഞിനെ അവർക്ക് കൊടുത്തേ പറ്റൂ. അതിങ്ങനെ പട്ടിണി കോലമാക്കിയിട്ട് കൊടുക്കണോ? കുറഞ്ഞ പക്ഷം ഒരു ജീവനോടുകൂടിയെങ്കിലും ഇതിനെ അവരെ കയ്യിൽ ഏൽപ്പിക്കട്ടെ എന്ന് മഞ്ജിമ ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന മീനാക്ഷി മഞ്ജു എന്ന് വിളിക്കുകയാണ്. എങ്ങനെയാ ചേച്ചി ഇതൊക്കെ പറയാതിരിക്കുന്നേ? ആരുടെ കുറ്റമാണ് ഇതൊക്കെ? ഞാൻ ചേച്ചിയെ പഴി പറയുകയല്ല. വാടക ഗർഭപാത്രം തേടിഞ്ഞിരുന്ന ഒരു കോടീശ്വരൻ മുതൽ അതിന് സമ്മതം മൂളിയ നമ്മുടെ കുടുംബം വരെ നമുക്ക് ആരെ വേണമെങ്കിലും കുറ്റപ്പെടുത്താം. പക്ഷേ ഒന്നും അറിയാത്ത ഈ കുഞ്ഞെന്ത് പാപം ചെയ്തു? ചേച്ചി പ്രസവിച്ച കുഞ്ഞാണെന്ന് വിചാരിച്ച് ഇതിനെ പട്ടിണിക്കിടാനും അതിനെ കരയിപ്പിക്കാനും ചേച്ചിക്ക് അവകാശമുണ്ടോ? അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, ഒന്ന് നിർത്തു മഞ്ജു. അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പൊന്നിനോട് എന്തെങ്കിലും ദ്രോഹം ചെയ്യോ? എൻ്റെ പൊന്ന് കരയല്ലേ എന്നെല്ലാം പറഞ്ഞ് കുഞ്ഞിനെ തൊട്ടിയിൽ നിന്ന് മീനാക്ഷി എടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവർ വന്ന് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ എതിർക്കാനോ തടയാനോ ഒന്നിനും പോവില്ല. പക്ഷേ എൻ്റെ കുഞ്ഞില്ലാതെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന മഞ്ജിമ ആകെ ഞെട്ടാണ്. ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം.